ഇങ്ങനെ കൈ ചുറ്റി ഇതിൻ്റെ നാരങ്ങ എടുക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിയണം കേട്ടോ. വലുതായിട്ട് അരിയരുത്, ചെറുതായിട്ട് അരിയണം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി, വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര, ഇത് രണ്ടും കൂടെ കലർത്തി കൂട്ടാൻ വയ്ക്കാം. കണ്ടോ, ഇതിൻ്റെ നാരാണ് ഇത്. കണ്ടോ, നാരും അതിലുണ്ടായിരുന്ന വേസ്റ്റും ഒക്കെയാണ്. അതൊക്കെ അങ്ങ് മാറ്റിക്കളയുക. 2 പച്ചമുളക്, അരമുറി നാളികേരം, 2 വെളുത്തുള്ളി, മഞ്ഞൾ, ഇച്ചിര ജീരകം, ഇച്ചിര മുളക് പൊടി, കറിവേപ്പില ഒഴികെ മറ്റെല്ലാം ഒന്ന് ചതച്ചു കൊണ്ടില്ല. അതുകൊണ്ട് കടുക് പൊട്ടുമ്പോൾ ഇതിലോട്ട് വേണ്ട എന്തോന്ന് മനസ്സിലായോ? അരിമണി ഇടുക. അരിമണി പൊട്ടി വന്ന് ചതച്ച അരപ്പതിലോട്ടിടുക. ആവശ്യത്തിന് ഉപ്പ്. അരപ്പ് മൂത്ത് വന്നപ്പം അതിലോട്ട് നമ്മുടെ പിണ്ടി അങ്ങോട്ട് ഇടുക. വേവിച്ച് വെച്ച മുതിര ഇടുക. ഈ അരപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി വേവിക്കുക. ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. വെള്ളം വറ്റി വെന്ത് കേട്ടോ. വെന്തു. പാകത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലമായി ഇങ്ങനെ വെച്ചിട്ട്. ഈ പിണ്ടിയൊക്കെ ഈ കുടുംബത്തുണ്ട്, പക്ഷെ കുറേ ആയി വെച്ചിട്ട്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്. കണ്ടോ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പിണ്ടി തോരൻ.